ഹായ് ഓൾ മക്കളെ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, അതായത് ഒക്ടോബർ 6-ാം തീയതിയാണ് നെക്സ്റ്റ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ സൈലം സ്കൂളുകളിൽ +1+2 തന്നെ എൻട്രൻസ് പഠനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മക്കളെ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണത്തെ നെക്സ്റ്റ് എക്സാമിന് പ്രത്യേകത കൂടെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസിന് മാത്രമല്ല, ഗൾഫ് കൺട്രീസിലെ സ്റ്റുഡൻസിനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നെക്സ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് അവിടെയും എന്തുണ്ട്, ഇത്തവണ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷൻസ് ആണ് എങ്ങനെയാണ് നെക്സ്റ്റ് എക്സാമിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ത്രൂ ആയിട്ട് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ലിങ്കിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് സൈലം നെക്സ്റ്റ് 2025 എന്ന് പറയുന്നൊരു പേജ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസാണ് ഉണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് 2020 കേരള രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ ഗൾഫ് കൺട്രീസിലെ സ്റ്റുഡൻസിനും എന്ത് ചെയ്യാനുണ്ട്, രജിസ്ട്രേഷൻ ചെയ്യാൻ സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കുന്നത് കേരളത്തിലെ സ്റ്റുഡൻസിന് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മേലെയുള്ള നെക്സ്റ്റ് 2025 കേരള രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് വരുന്ന ആ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടായിരിക്കും. സ്റ്റാർട്ട് ബട്ടൺ മക്കൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റിൻ്റെ സിലബസ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമ്മളത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫുൾ നെയിം അതോടൊപ്പം തന്നെ ലാസ്റ്റ് നെയിം എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. അതായത് ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നെയിം പ്ലസ് എന്ത് ചെയ്യുക, ലാസ്റ്റ് നെയിം അവിടെ അടിച്ചു കൊടുക്കുക. സോ അതിനുശേഷം വരുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കാനുള്ളൊരു പേജാണ്. അപ്പോൾ നിങ്ങൾ 10 ഡിജിറ്റ് ആയിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇമെയിൽ അടിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, നിങ്ങളവിടെ അടിച്ചു കൊടുക്കുക. ശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മെയിൽ ഐ ഡി അടിച്ചതിന് ശേഷം നമ്മൾ ചോദിക്കുന്നത് ജെൻഡർ ആണ്. അപ്പോൾ ജെൻഡർ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ എക്സാമിൻ്റെ സ്ട്രീമാണ് ചോദിക്കുന്നത്. അതായത് മെഡിക്കൽ ആണോ എഞ്ചിനീയറിംഗ് ആണോ മക്കൾ ഓപ്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ഓപ്ഷൻ എന്ത് ചെയ്താൽ മതി, അവിടെ സെലക്ട് ചെയ്താൽ മതി. സോ പിന്നെ നോക്കുന്നത് നിങ്ങളുടെ സ്കൂൾ നെയിമാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ നെയിം എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോർഡാണ്. സ്റ്റേറ്റ് ആണോ, CBSE ആണോ, ICSE ആണോ, ഒരു അതർ ബോർഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ചൂസ് ചെയ്യുക. സോ നെക്സ്റ്റ് മീഡിയം ആണ് ചോദിക്കുന്നത്. സോ പ്ലീസ് സെലക്ട് ദ മീഡിയം യു ആർ കറൻറ്റ്ലി സ്റ്റഡിങ് ഇൻ ആണ്. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയം ഏതാണോ അതാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് അവിടെ എന്ത് ചെയ്ത് കൊടുക്കുക, പ്രഷർ കൊടുക്കുക. നെക്സ്റ്റ് ഗാർഡിയൻ നെയിമാണ്. ഫാദർ ഓർ ഗാർഡിയൻ നെയിം എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് പിൻകോഡ് ചോദിക്കും. സോ പിൻകോഡ് എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ എക്സാം സെൻറ്റർ നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് ആ ഡിസ്ട്രിക്റ്റ് എന്ത് ചെയ്യുക, മക്കൾ അവിടെ ചൂസ് ചെയ്താൽ മതി. എവിടെയാണോ വേണ്ടത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ മക്കൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള എക്സാം സെൻറ്റേഴ്സ് ഏതൊക്കെയാണോ അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് കറക്റ്റായിട്ട് മാത്രം എന്ത് ചെയ്യുക, ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ആർ എക്സിസ്റ്റിംഗ് സൈലം സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എസ് ഓറിന് അവിടെ അടിച്ച് കൊടുക്കുക കേട്ടോ. സോ നെക്സ്റ്റ് ബാച്ച് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അത്ര സ്റ്റേറ്റ് ആണോ, CBSE ആണോ, ഏത് ബാച്ച് ആണോ അതവിടെ എന്ത് ചെയ്യുക, ചൂസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഹൗ ഡു യു നോ അബൌട്ട് സൈലം നെക്സ്റ്റ് എക്സാം, മക്കൾ എങ്ങനെയാണ് നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് അറിഞ്ഞത് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫൈനൽ റിവ്യൂ ആൻഡ് സബ്മിറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു തവണ റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ശേഷം മാത്രം എന്ത് ചെയ്യുക, സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ഡൗൺലോഡ് GIB ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ ഹോൾ ടിക്കറ്റ് ഉണ്ടാവുക. നിങ്ങളുടെ ഫുൾ നെയിം, ജെൻഡർ, അതേപോലെ ഡീറ്റെയിൽസ് അടക്കം നിങ്ങളുടെ എക്സാമിൻ്റെ സെൻറ്റർ, എക്സാം സ്ട്രീമും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാവിയിൽ അതായത് ഒക്ടോബർ 6 എക്സാം വരുന്ന സമയത്ത് മക്കൾ ഈ ഒരു ഹോൾ ടിക്കറ്റ് കൊണ്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്, ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ വിസിറ്റ് ചെയ്യേണ്ടതുണ്ടാവുക. അപ്പോൾ നമ്മൾ കേരളത്തിലെ സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ കണ്ടു കഴിഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഗൾഫ് കൺട്രീസിൽ സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഇതേപോലെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പേജിൽ മക്കൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഗൾഫ് കൺട്രീസിലെ സ്റ്റുഡൻസിന് എക്സാം രജിസ്ട്രേഷനായിട്ട് സെക്കൻഡ് ഓപ്ഷൻ മക്കൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യം കാണുന്ന ആ ഒരു പേജിൽ സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത് നോക്കുന്നത് എങ്ങോട്ടേക്കാണ്, നെക്സ്റ്റ് എക്സാമിൻ്റെ സിലബസ് ആണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. PDF ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുൾ നെയിമും അതേപോലെ നിങ്ങളുടെ ലാസ്റ്റ് നെയിമും എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത് കൺട്രി കോഡാണ്. നിങ്ങളുടെ കൺട്രി കോഡ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അവിടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. ആൻഡ് മൊബൈൽ നമ്പറാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം
നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതുകൂടെ അടിച്ചു കൊടുക്കാനുള്ള സ്പേസ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. മക്കൾ എന്ത് ചെയ്യുക, അതുകൂടെ അടിച്ചു കൊടുക്കുക. ശേഷം നേരത്തെ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതും മക്കൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ആൻഡ് ജെൻഡർ ചൂസ് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുകയാണ്, എക്സാമിൻ്റെ സ്ട്രീമാണ്, മെഡിക്കൽ ആണോ അതോ എഞ്ചിനീയറിംഗ് ആണോ, അത് കറക്റ്റായിട്ട് മക്കൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ശേഷം നിങ്ങളുടെ സ്കൂൾ നെയിമാണ്, നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് അതെന്ത് ചെയ്ത് കൊടുക്കുക, അവിടെ അടിച്ചു കൊടുക്കുക. ആൻഡ് ബോർഡാണ്, സ്റ്റേറ്റ് ആണോ CBSE ആണോ ICSE ആണോ അത് മറ്റേതെങ്കിലും ബോർഡാണോ മക്കൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അവിടെ ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത് ഫാദർ ഓർ ഗാർഡിയൻ നെയിമാണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് അവിടെ അടിച്ചു കൊടുക്കുന്നു. ശേഷം സിറ്റിയാണ്. അപ്പോൾ സിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ സിറ്റി ഏതാണോ മക്കൾ എന്ത് ചെയ്യുക, അവിടെ ചൂസ് ചെയ്യുന്ന ഓപ്ഷനുണ്ട്, അതെന്ത് ചെയ്ത് കൊടുക്കുക, ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് എക്സാം സെൻറ്റർ ആണ്. സോ അവിടെ കാണാൻ വേണ്ടി സാധിക്കും എക്സാം ലൊക്കേഷൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവിടെ ലിങ്ക് ഉണ്ട്, അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലൊക്കേഷൻസ് അറിയാം. അവിടെ മക്കൾ എന്ത് ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ടുള്ള എക്സാം സെൻറ്റർ എവിടെയാണോ വേണ്ടത് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് സൈലം സ്റ്റുഡൻ്റ് ആണോ അല്ലേന്ന് എന്ത് ചെയ്താൽ വേണ്ടി പറ്റും, യെസ് ഓർ നോ കൊടുത്തിട്ട് അത് മക്കൾ എന്ത് ചെയ്യുക, അടിച്ച് കൊടുക്കുക. ആൻഡ് നേരത്തെ കണ്ടതുപോലെ തന്നെ നിങ്ങൾ ഏത് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് അവിടെ എന്ത് ചെയ്യുക, ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ എങ്ങനെയാണ് നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് അറിഞ്ഞതെന്ന് എന്ത് ചെയ്യുക, അവിടെ ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫൈനലി എന്താണ്, റിവ്യൂ ആൻഡ് സബ്മിറ്റ് ഓപ്ഷനാണ്. ആ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മക്കളെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഒക്ടോബർ 6-ാം തീയതിയാണ് എക്സാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നെക്സ്റ്റ് എക്സാം എഴുതുക. സോ ഓൾ ദ ബെസ്റ്റ്.